ഈ അധ്യയന വർഷത്തിലെ ടൂറിസം ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2007 നവംബർ 3-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ കെ വി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സീനിയർ ടീച്ചർ ശ്രീമതി എം കെ സുമതി അധ്യക്ഷയായിരുന്നു. ടൂറിസം ക്ലബ്ബ് മുൻ സ്റ്റാഫ് കോർഡിനേറ്റർ ശ്രീ വി ജി തനു ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികൾ സ്വാഗതവും നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും പുതിയ അംഗങ്ങൾക്കായുള്ള വളണ്ടിയർ ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. തുടർന്നു നടന്ന പരിപാടികൾ താഴെ പറയും വിധമാണ്. നവംബർ 24-ന് ചേർന്ന യോഗത്തിൽ അംഗങ്ങൾക്കുള്ള ബാഡ്ജുകൾ വിതരണം ചെയ്തു. ടൂറിസം ക്ലബിന് യാത്ര എന്ന് നാമകരണം ചെയ്തു. ഓർക്കൂട്ട് എന്ന ഫ്രണ്ട്ഷിപ്പ് വെബ്സൈറ്റിൽ യാത്ര ടൂറിസം ക്ലബ്ബ് എന്ന പേരിൽ ഒരു കമ്മ്യൂണിറ്റി ആരംഭിച്ചു. ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചിത്രം സഹിതം ഈ സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. നവംബർ 30-ാം തീയതി തൃശൂരിൽ നടന്ന എയ്ഡ്സ് ബോധവൽക്കരണ റാലിയിൽ ടൂറിസം ക്ലബ്ബ് അംഗങ്ങൾ പങ്കെടുത്തു. സ്കൂളിലെ വാൾ മാഗസിൻ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ദൈനംദിനം പ്രസിദ്ധപ്പെടുത്താൻ തുടങ്ങി. സ്കൂൾ അങ്കണത്തിലെ പൂന്തോട്ടത്തിന്റെ പരിപാലനം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ടൂറിസം ക്ലബ്ബ് അംഗങ്ങൾ ഏറ്റെടുത്തു. ഡിസംബർ 29-ാം തീയതി പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചിലുള്ള വെള്ളാനിപ്പച്ച മലനിരകളിലേക്ക് ട്രക്കിംഗ് നടത്തി. 525 മീറ്റർ ഉയരമുള്ള മലയിലേക്കുള്ള യാത്ര ദുർഘടമായിരുന്നുവെങ്കിലും അതിന്റെ സാഹസികത ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾ പ്രസ്തുത യാത്രയുടെ നവ്യ അനുഭവങ്ങൾ സമ്പാദിച്ചു. യാത്രയിലെ ഏതാനും ദൃശ്യങ്ങളിലേക്ക്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച യാത്ര വൈകിട്ട് 4 മണിക്കാണ് അവസാനിച്ചത്. തുടർന്ന് രാരീരം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിച്ചു. അവിടെ നിന്നും ലഭിച്ച വിവരങ്ങൾ വിജ്ഞാനപ്രദവും രസകരവുമായിരുന്നു. പാമ്പ് ഇതിന്റെ അടുത്ത് വന്നാൽ ഇതിന്റെ തൊലിയില്ല, തൊലി എന്ന് പറഞ്ഞ ഫെർമ പ്രത്യേക കെമിക്കലായിട്ടുള്ള വസ്തു അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് മണത്ത് കഴിഞ്ഞാൽ പാമ്പ് ആദ്യം മയങ്ങും, പിന്നെ അതിന്റെ ചോട്ടിൽ കിടന്ന് ചത്തുപോകും. 2008 ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ടൂറിസം ക്ലബ്ബ് അംഗങ്ങൾ ക്യാമ്പസിൽ സമാധാന സന്ദേശയാത്ര നടത്തി. പ്ലക്കാർഡുകളേന്തിയും മധുരം വിതരണം ചെയ്തും കരോൾ സംഘം ക്യാമ്പസിൽ സഞ്ചരിച്ചു. ജനുവരി 2-ാം തീയതി ജില്ലാതലത്തിൽ നടന്ന ചിത്രരചന പ്രശ്നോത്തരി പ്രസംഗ മത്സരങ്ങളിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് യഥാക്രമം ടിജോയ്, പ്രണവ് പി മാനങ്ങത്ത്, മഹേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ജനുവരി 3-4 തീയതികളിലായി കൊരട്ടിയിൽ വെച്ച് നടന്ന ജില്ലാ ടൂറിസം ക്ലബ്ബുകളുടെ ദ്വിദിന ക്യാമ്പിൽ സ്കൂളിൽ നിന്നും മഹേഷ് കുമാർ, സാഗർ സലീം, കെന്നീസ് ഡേവിസ് എന്നിവർ പങ്കെടുത്തു. ജനുവരി 5-ാം തീയതി സാമൂഹ്യ സേവനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ സംബന്ധിച്ച് തൃശൂർ സെയിന്റ് തോമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറർ PS ലജിൻ ടൂറിസം ക്ലബ്ബ് അംഗങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയുണ്ടായി. സാമൂഹ്യ സേവന രംഗത്തെ ശാസ്ത്രീയ സമീപനങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താൻ പ്രസ്തുത ക്ലാസ് കൊണ്ട് സാധിച്ചു. കേവലം 50 അധ്യയന ദിവസങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടികൾ സമയപരിമിതി മൂലവും വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചതുമൂലവും ഒട്ടൊക്കെ ശുഷ്കമായിരിക്കാം. എങ്കിലും മനസ്സിൽ സൂക്ഷിക്കാൻ ഇത്തിരി അനുഭവങ്ങളുമായി ഈ വർഷത്തെ ടൂറിസം ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ജനുവരി 24 വ്യാഴാഴ്ച സമാപിച്ചു. കൈലാസ യാത്രകളുടെ വിവരണങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനും ആരാധ്യനുമായ ശ്രീ MK രാമചന്ദ്രനാണ് സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തിയത്.
തന്റെ യാത്രാനുഭവങ്ങളെ ദൃശ്യസഹായത്തോടെ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീ കെ വി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഈ വർഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന മലയാള വിഭാഗം അധ്യക്ഷ ശ്രീമതി എം കെ സുമതി ടീച്ചറെയും സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ കഥാരചനയിൽ 1ാം സ്ഥാനം ലഭിച്ച ടൂറിസം ക്ലബ്ബ് അംഗം കൂടിയായ പ്രണവ് പി മാനങ്ങത്തിനെയും ടൂറിസം ക്ലബ്ബ് ബെസ്റ്റ് സ്റ്റുഡന്റ് കോർഡിനേറ്ററായ മഹേഷ് കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും തുടർന്ന് നടന്നു. അധ്യാപക പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചു. സുഹൃത്തുക്കളെ, ടൂറിസം ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലും നൽകി ഒപ്പം നടന്നവർ ഒട്ടേറെ പേരുണ്ട്. ആരെയും പേരെടുത്ത് പറയാതെ എല്ലാ കൃതജ്ഞതയും ഒരൊറ്റ നന്ദിവാക്കിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നമസ്കാരം.